ഇപ്പോൾ മുകേഷിന്റെ അഭിഭാഷകൻ കേസിലുള്ളത് എന്ന് ഈ കോടതി കണ്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും സന്തോഷമുള്ളൊരു കാര്യമാണ്. ബെയിൽ ആപ്ലിക്കേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള, നമ്മൾ ഹാജരാക്കിയിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസ് നമ്മൾ വളരെ കോടതിയുടെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളെല്ലാം അപഗ്രഥിച്ച് അതിനെ ഒരു പരിധിവരെ കോടതി അംഗീകരിച്ചിട്ട് ആണ് ഈ ജാമ്യ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. ജാമ്യ വ്യവസ്ഥ 1 ലക്ഷം രൂപയുടെ 2 ആൾജാമ്യം വേണം. കേരളം വിട്ടു പോകാൻ പാടില്ല. അന്വേഷണവുമായിട്ട് സഹകരിക്കണം. അതുപോലെ നോർമലായിട്ടുള്ള കണ്ടീഷൻസ് അല്ലാതെ വേറെ ഒന്നുമില്ല. തീർച്ചയായിട്ടും ദർ ഇസ് നോ ഡൗട്ട് വി വിൽ കോപ്പറേറ്റ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്ന ഏത് സമയത്തും കാലത്തും നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പ് ഹാജരാകും, അന്വേഷണവുമായിട്ട് സഹകരിക്കും. കാരണം സത്യം തെളിയണം, സത്യം തെളിയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. സത്യം തെളിയിക്കാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനോട് സഹകരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യവുമാണ്. അതുകൊണ്ട് തന്നെ ഹർജിക്കാരനെ സംബന്ധിച്ചിടത്തോളം, പ്രതിയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണമായിട്ട് സഹകരിക്കുക, ഞങ്ങൾ സഹകരിക്കും എന്നുള്ളത് നമ്മുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നിലപാടാണ്. വി ബിലീവ് ട്രൂത്ത് അലോൺ വിൽ പ്രിവെയിൽ. സത്യം ജയിക്കും, സത്യം ജയിക്കണം. കാരണം ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളുടെ ആരോപണങ്ങൾക്ക് വശംവദരായിട്ട് മുഖം നഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ട്. ഓരോ ആരോപണങ്ങളും കൂടി വരിക. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് ഒരു നല്ല തുടക്കമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പരാതി ഫേക്കാണ്. ആ പരാതിക്ക് അടിസ്ഥാനമായ വസ്തുത നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കേസ്. ശരി, എന്തായാലും സത്യം ജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് മുകേഷിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നത്. അവർ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിയിരുന്നു എന്ന ഒരു സാഹചര്യം കൂടി അദ്ദേഹം എടുത്തു കാട്ടുന്നു. മുകേഷിനും എന്തായാലും ഇടവേള ബാബുവിനെയും സംബന്ധിച്ച് ആശ്വസിക്കാവുന്ന തീരുമാനം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കേരളം വിട്ടുപോകരുത് തുടങ്ങിയ സാധാരണ ഉണ്ടാകുന്ന നിബന്ധനകൾ മാത്രമേ ഉള്ളൂ എന്നതും പറയുന്നു. ശ്രീ രാഹുൽ